ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ചെറിയൊരു വ്ളോഗ് ആയിട്ട് വന്നതാണ്. ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിട്ടൊരു ചെറിയ വ്ളോഗാക്കി വന്നതാണ്. പോയി പിറ്റേ ദിവസം അവിടെ എത്തിയ മുതലുള്ളത്. അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു 9:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല മഴയിനി KSRTCയിലായിരുന്നു. നല്ല അടിപൊളി മഴയായിരുന്നു. ഞങ്ങളൊരു 10:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ റെയിൽവേയിലെത്തി. 11:30 ട്രെയിന് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ ടു യശ്വന്തപുരം എക്സ്പ്രസ്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയൊക്കെ സെറ്റായി. ഇപ്പോൾ റെയിൽവേയിൽ കുറേ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളെ S4 ആയിരുന്നു. അപ്പോൾ ആ ഭാഗത്തേക്ക് പോയി ഒന്ന് സെറ്റാക്കി വെച്ച്. അതിൻ്റെ ഇടയിൽ വേറൊരു ട്രെയിൻ വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രെയിൻ വന്നത്. അങ്ങനെ സ്റ്റോപ്പാക്കി ഞങ്ങൾ അതിൽ കയറി. അപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ പുറത്ത്. എൻ്റെ സീറ്റ് വിൻഡോ സീറ്റേന് നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കൈയൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇട്ടൊന്ന് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. നൈറ്റല്ലേ ട്രെയിൻ യാത്ര, വിൻഡോ സീറ്റും അടിപൊളി. പിന്നെ കഴിഞ്ഞ് ഒന്ന് കിടന്ന് നീച്ചപ്പോഴേക്ക് രാവിലെയായി. പിന്നെ രാവിലത്തെ ഒരു അടിപൊളി വ്യൂ ആയിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും നമ്മൾ ട്രെയിൻ യാത്ര ഒക്കെ ആകുമ്പോൾ നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഇതാണ്. അതിൻ്റെ ഇടയിൽ കുറേ ഇങ്ങനത്തെ കാഴ്ചകളും അതിമനോഹരമായ വ്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ഗുഡായി, അല്ലെങ്കിൽ ഫീൽ ഹാപ്പി ആയിട്ട് വരും. നല്ലൊരു മോർണിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മുഖത്തുള്ള ഉറക്കച്ചടവ് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. നല്ല ഒരു ഇതുണ്ടായിരുന്നു. ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതൊക്കെ നോക്കൂ, എന്ത് വ്യൂ ആണ് കാണുന്നത്. അടിപൊളി കേട്ടോ. പിന്നെ കുറച്ചധികം ദൂരം ട്രെയിൻ പോയപ്പോൾ ഇങ്ങനൊരു കുന്ന് കണ്ട്. കുറേ എന്താ പറയുക, കല്ലുകൾ അടക്കി വെച്ച പോലെ. അതിൻ്റെ അവിടുന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ കേരളത്തിൽ എത്തിയിരിക്കുന്നു. നമ്മളെല്ലാവരും കേരളത്തിൽ എത്തി. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് അവിടെ എത്തും. ഹൈവേ ആണ് വരാൻ പോണേ, കാട്ടിത്തരാം. ഇതാണ് ബാംഗ്ലൂർ ഹൈവേ. ഇതിൽ കൂടെ പോവാം. മാമിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നോക്കിയാൽ ആ ബിൽഡിങ്ങൊക്കെ കാണാം കേട്ടോ. ആ ബിൽഡിങ്ങൊക്കെ കാണാം ഗൈസ്. എൻ്റെ ഇവിടെ എത്തി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ബ്രെഡ് വാങ്ങാൻ വേണ്ടി വന്നു ഒരു ബേക്കറിയിൽ. ഇവിടെ ഹോം മെയ്ഡ് കേട്ടോ. ഇവർ തന്നെ ഇവരെ ബേക്കറിയിലാക്കുന്ന അതൊക്കെ സ്വീറ്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും കേക്ക്സും എല്ലാ കാര്യങ്ങളും. പക്ഷേ വെജിറ്റബിൾസ് കിട്ടും കേട്ടോ ഇവിടെ. അപ്പോൾ അതിങ്ങനെ വഴിയോരത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എടുക്കണം. മാമി നമ്മളെ കൂടെ പോകുന്നതായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ മാമിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിരിക്കുന്നു. അടിപൊളി കേട്ടോ. ഇവിടെ മഴയാണ്. ഇപ്പോൾ മഴൻ്റെ സീസണാണ്. നാട്ടിലും മഴ തന്നെയല്ലേ. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ വന്ന് ആകെ ടയേർഡാണ്. കുറച്ച് നേരം കിടക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ ഹോം ടൂർ കാണിച്ചു തരാം. ദെൻ ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഹലോ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേനോ മാമിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് താഴത്തേക്ക് നോക്കിയുള്ള വ്യൂ ഇങ്ങനെയാന്ന്. ഇവിടെ അടിയിൽ തന്നെ എല്ലാ കടകളും ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അവിടേക്ക് നോക്കിയാൽ മെട്രോ കാണാം. നൈറ്റൊക്കെ അടിപൊളിയാണ്. 4 ഭാഗത്തും റോഡാണ് ഇവിടെ. ഇത് ഇങ്ങോട്ടേക്കൊരു റോഡാണ്, പിന്നെ അങ്ങോട്ടേക്കുണ്ട്. മൊത്തത്തിൽ അടിപൊളി ഒരു വ്യൂ ആട്ടോ ഇവിടെ. നല്ല രസമാണ് കാണാൻ മൊത്തത്തിൽ. ഹലോ ഗൈസ്, ഒന്ന് ഉറങ്ങിപ്പോയതിന് ശേഷം നീച്ചപ്പുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്നുള്ള അടിപൊളി വ്യൂ ആണ്. താഴെയുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇനി ഫുൾ ഓണാണ്. ഉച്ചക്ക് കൂടെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോഴേ ഞാൻ കിടന്നിരുന്നു. അടിപൊളിയാണ്. അങ്ങനെ ഗൈസ് നമ്മുടെ മാമീൻ്റെ അവിടെയുള്ള സ്ട്രീറ്റൊക്കെ ഇറങ്ങിയിട്ട് വന്നു രാത്രി. ഇതാണ് അപ്പാപ്പാൻ്റെ കട.
അങ്ങനെ ഗൈസ് ഇവിടെ നല്ല അടിപൊളിയാട്ടോ. എങ്ങോട്ട് നോക്കിയാലും നല്ല നല്ല സംഭവങ്ങൾ കാണിച്ചു തരാം. ഇവിടെ പൂവൊക്കെ ഉണ്ട്, അവിടെ അടുത്തടുത്ത് ഷോപ്പുകളുണ്ട്. അങ്ങനെ ആക്ച്വലി ഒരു സ്ട്രീറ്റാണ്. നൈറ്റാണ് അവിടെ രസം, ഭയങ്കര റഷാണ് നൈറ്റ്. നമ്മളിവിടെ ഒരു സ്ട്രീറ്റിൽ ഷോപ്പിങ്ങിന് വന്നാൽ അടിപൊളി നല്ല കളക്ഷൻ. നമുക്ക് അവിടെ നിന്ന് ഒരു അക്ക തന്നാട്ടോ, സ്നേഹത്തിൻ്റെ പുറത്ത്. ഞാൻ കാണിച്ച ഒരാളെ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ബേബീസിനൊക്കെ പറ്റിയ, വലിയവർക്ക് പറ്റിയ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഇവിടെ നടന്നുകൊണ്ട് കേട്ടോ ഗൈസ്. ഞാൻ അക്കനെ കാണിച്ചു തരാം. നമുക്ക് പോവുന്ന അക്ക അവിടെ ഇരിക്കുന്നുണ്ട്. നല്ലൊരക്ക കേട്ടോ. അക്ക വേഗം സ്മെല്ലും ഒക്കെ പറക്കും. അക്ക ഹായ് സോല്. മൂന്നാളും സ്ട്രീറ്റ് കൂടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുക കേട്ടോ. ഒരു ഓർഡർ വെച്ചിട്ടും എടുത്തോണ്ട് കേട്ടോ. ബയ്യ എടുത്തോണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയ മസാലപ്പൂരി നമുക്ക് കിട്ടി. അപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡാക്കീന്. അപ്പോൾ അത് കട്ടാക്കി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റഷാണ്. അപ്പോൾ അതാ ഓൺ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മിക്സാക്കി കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെർത്താണ്. 40 റുപ്പീസ് എങ്ങാനും ഉള്ളൂ ഒരു പ്ലേറ്റിന്. നല്ല വെർത്താണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ടായതുകൊണ്ട് 2 പ്ലേറ്റിന് വാങ്ങി. അപ്പോൾ നമ്മളെല്ലാവരും കഴിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ വീഡിയോ റെക്കോർഡ് കട്ടാക്കിയത്. ഞാനതാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇതുവരെ മാമിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറിയില്ല കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ റോട്ടുമേൽ എക്സ്പ്ലോർ ചെയ്ത് അടുക്കുക. ഇപ്പോൾ ടൈം 9 o'clock ആയി. അടിപൊളിയായി ഇങ്ങനെ റോട്ടുമേൽ കൂടെ നടക്കണം. തിരിച്ച് റൂമിലേക്ക് വന്നപ്പോൾ നല്ലൊരു മാങ്ങ വാങ്ങിന് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ചാട്ട് മസാല ഒക്കെ ഇട്ടൊരു ഇത് പ്രിപ്പയർ ആക്കിയിരിക്കണ്. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. ഇപ്പം തന്നെ വായിൽ വെള്ളം വരുന്നേ. കഴിച്ചു നോക്കാം. മാങ്ങ കഴിച്ച് എങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായം പറയുന്ന വീഡിയോ റെക്കോർഡ് ഗാലറിയിൽ നിന്ന് മിസ്സായിക്കണ്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പം ഇതാണ് ഇവിടുന്ന് നോക്കിയാലുള്ള നൈറ്റ് വ്യൂ. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ബിൽഡിങ്ങിലൊക്കെ ലൈറ്റ്സ് ഒക്കെ തെളിഞ്ഞ്, സ്ട്രീറ്റിലാണെങ്കിലും ലൈറ്റ്സൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെയാണ് നൈറ്റ് വ്യൂ. ഇന്നലെ രാത്രി മഴ ഉണ്ടായിന്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയുമായി ഞാൻ നാളെ തന്നെ വരാം. അത് ഡേ 1 ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.